അല്ല, ബ്രഹ്മയുഗം എന്ന് പറഞ്ഞ ഫിലിമിൽ മമ്മൂട്ടി പറഞ്ഞ ഒരു ഡയലോഗാണ് ഇപ്പം എനിക്ക് പറയാൻ തോന്നുന്നത്. അത് കുറേ കാലം കൂടി ഒരു അതിഥി എത്തിയെന്ന്. അപ്പോൾ കുറേ കാലം കൂടി ഈ പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പെട്ട ഒരാളെ പുറത്താക്കി. അതിൻ്റെ കാരണം എന്താണെന്ന് വിശദീകരിക്കണം. CPM ആയിട്ട് ഗൂഢാലോചന നടത്തി. അതിനെന്തെങ്കിലും ഒരു തെളിവുണ്ടെങ്കിൽ അത് ദയവായി പുറത്തു വിടണം. പിന്നെ മഹിളാ കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായിരുന്ന ശ്രീമതി ലതിക സുഭാഷ്, അവർ ഈ പാർട്ടിയിൽ തലമുണ്ടനം ചെയ്ത് ശാപവാക്കുകൾ ഉരുവിട്ട് അവരുടെ ഹൃദയവേദന അതെന്നോട് പറഞ്ഞിട്ടുള്ളതാണ്. ആ സമയത്ത് എനിക്ക് അവിടെ പോകാൻ പറ്റിയില്ല, കാരണം ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. അവരെ പുറത്താക്കി. എന്തായിരുന്നു കാരണം നിങ്ങൾ ആലോചിക്കുക. പിന്നെ ശ്രീ K. കരുണാകരൻ്റെ മകൾ പത്മജ വേണുഗോപാൽ, അവരിന്നിപ്പോൾ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അവരെ അപമാനിതയായിട്ട് പുറത്താക്കി. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ശബ്ദം പുറത്തു വരാത്ത സ്ത്രീ ആവണം. ഇന്ന് അവരുടെ പോസ്റ്റ് ചെയ്ത ഒരു സ്ത്രീയെയും സംസാരിക്കുവാൻ അനുവദിക്കില്ല. പിന്നെ വനിതാ കമ്മീഷൻ ചെയർപേഴ്സണായിരുന്ന റോസക്കുട്ടി ടീച്ചർ. ഇപ്പം ഇതെല്ലാം കേരളത്തിലെ മമ്മൂട്ടി അതിഥിയെ എത്തിയെന്ന് പറഞ്ഞെങ്കിൽ ഞാൻ പുറത്താക്കിയ ആളുകളെക്കുറിച്ചാണ് പറയുന്നത്. വളരെ കാലത്തിന് ശേഷം സിമി റോസ്ബൽ ജോൺ, 70 വയസ്സുള്ള റോസക്കുട്ടി ടീച്ചറെ മഹിളാ കോൺഗ്രസിൻ്റെ നേതാവ് മാത്രമായിരുന്നില്ല, KPCCയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു, MLA ആയിരുന്നു. അതുകൂടാതെ വനിതാ കമ്മീഷൻ്റെ ചെയർപേഴ്സൺ ആയിരുന്നു. ടീച്ചറെ പുറത്താക്കി. പിന്നെ ശോഭന ജോർജ്, MLA ആയിരുന്നു നിരവധി തവണ, KPCCയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു, അവരെയും പുറത്താക്കി. പിന്നെ ഷഹിദ കമാൽ ജീവനും കൊണ്ട് രക്ഷപ്പെട്ടതാട്ടോ. ഇപ്പോൾ വനിതാ കമ്മീഷൻ അംഗമാണ്. എൻ്റെ കൂടെ യൂത്ത് കോൺഗ്രസ്സിൽ എൻ്റെ 2ാമത്തെ ബാച്ചിൽ 12 വർഷത്തെ എൻ്റെ പ്രവർത്തനം കഴിഞ്ഞിട്ടുള്ള പിന്നീടുള്ള 8ാമത്തെ വർഷം, അതായത് അനിൽകുമാറിൻ്റെ കൂടെയുള്ള ഭാരവാഹിയായിരുന്നു. അവരെയും പുറത്താക്കി. ഇപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഈ പാർട്ടിയിൽ അന്തസ്സും അഭിമാനവും ആഭിജാത്യവുമുള്ള വനിതകൾക്ക് പ്രവർത്തിക്കാൻ പറ്റില്ല. ഈ നൽകുന്ന സന്ദേശം, ഇവരൊക്കെ എത്ര നല്ല പ്രവർത്തനങ്ങളിലൂടെ ഈ കേരള മണ്ണിൻ്റെ ശിരസ്സുയർത്തിയ വനിതകളാണ്. ഇവരൊക്കെ ഹൃദയവേദനയോടെയാണ് ഈ പാർട്ടി വിട്ടത്. പത്മജ വേണുഗോപാൽ എന്ത് തെറ്റാണ് ചെയ്തത്? അവരുടെ പിതാവിൻ്റെ കേരളത്തിലെ 2 ഏറ്റവും കൂടുതൽ തവണ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ K. കരുണാകരൻ്റെ പ്രിയപുത്രി, അവരുടെ അച്ഛൻ്റെ രാജ്യസഭാ സീറ്റ് ന്യായമായിട്ടും AK ആന്റണിക്ക് കൊടുത്തുപോയി. അദ്ദേഹവും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു. K. കരുണാകരനും ശ്രീ AK ആന്റണിയും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിമാരായിരുന്നു, കേന്ദ്രമന്ത്രിമാരായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും മക്കൾക്ക് കൊടുക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ ഹൈബീഡൻ്റെ പിതാവ് MP ആയതുകൊണ്ടാണല്ലോ ഹൈബീഡനെ MP ആക്കിയത്. ഹൈബീഡൻ്റെ യോഗ്യത കൊണ്ടൊന്നും അല്ലല്ലോ 2 വർഷം കൊണ്ട് ദേശീയ നേതാവായത്, ആണോ? അപ്പോൾ മക്കൾക്ക് ഇതൊക്കെ കൊടുക്കാം, ചിലരുടെ മക്കൾക്ക് കൊടുക്കാം. പക്ഷേ അത് പത്മജയ്ക്ക് എന്താണ് കൊടുക്കാതിരുന്നത്? 22 വർഷം പത്മജ ഈ പാർട്ടി പ്രവർത്തിച്ചതാണ്. KPCC എക്സിക്യൂട്ടീവ് മെമ്പറായിരുന്നു 22 വർഷം മുമ്പ്. അവർക്ക് എന്താ കൊടുക്കാതിരുന്നത്? എന്താണ് അവരുടെ അയോഗ്യത? അവർ വനിതയല്ലേ? K. കരുണാകരൻ എന്ന രാഷ്ട്രീയ ഇതിഹാസത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായിരുന്ന, കേന്ദ്രമന്ത്രിയായിരുന്ന അദ്ദേഹത്തിൻ്റെ മകൾക്ക് ആ സീറ്റ് കൊടുത്തില്ലല്ലോ, രാജ്യസഭാ സീറ്റ് കൊടുത്തില്ലല്ലോ. എന്താണ് പത്മജിയുടെ അയോഗ്യത? ഓരോ തെരഞ്ഞെടുപ്പിൽ അവരെ തെരഞ്ഞുപിടിച്ച് തോൽപ്പിക്കുന്നതോ? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവർ ഏകദേശം 500 വോട്ടുകൾ മറിഞ്ഞിരുന്നെങ്കിൽ അവർ ജയിക്കുമായിരുന്നു. അവരെ ജയിക്കാൻ അനുവദിച്ചില്ല. എന്താണ് കാരണം എന്ന് നിങ്ങൾ പരിശോധിക്കുക. പിന്നെ ഞാനൊന്ന് പറഞ്ഞോട്ടെ, കേരളത്തിലെ വനിതകൾ, ഞങ്ങളെപ്പോലെയുള്ള അത്യാവശ്യം നന്മയുള്ള ഈ പാർട്ടിയെ നെഞ്ചോട് ചേർത്ത സ്നേഹിച്ച ഈ പാർട്ടിക്ക് വേണ്ടി ഒരിക്കൽ പോലും എന്താ പറയുക, ഒരു അപവാദവും ഉണ്ടാക്കാത്ത ഈ സ്ത്രീകളെയൊക്കെ ഇവർ കുഴിച്ചു മൂടി. അവിടെ നിന്നൊക്കെ അവർ ഫീനിക്സ് പക്ഷിയെപ്പോലെ അവർ ഉയർന്നു വന്നിട്ടുണ്ട്. അതാണ് ചരിത്രം. അതുകൊണ്ട് ദീപ്തി മേരി വർഗീസിനെ പോലെ
ഈ പാർട്ടിയുടെ പ്രാഥമിക അംഗത്തിൽ നിന്ന് എന്നെ പുറത്താക്കുമ്പോൾ ദീപ്തി മേരി വർഗീസിനെ 3 മാസം കഴിഞ്ഞപ്പോൾ തന്നെ തിരിച്ചെടുത്തു ഇവിടുത്തെ ഉന്നതരായ നേതാക്കൾ. അവരെ 3 മാസത്തിനുള്ളിൽ, 6 മാസം എന്നാണ് ഞാൻ നോക്കിയത്. അപ്പം ഞാൻ ഇന്നലെ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് എടുത്തായിരുന്നു. 3 മാസത്തിനുള്ളിൽ അവരെ അഖിലേന്ത്യാ നേതാവാക്കി. എന്തിനായിരുന്നെന്നറിയാമോ? ഈ പാർട്ടിയിൽ റിബലായിട്ട് മത്സരിച്ച് അവർ പാർട്ടിയിൽ 23 വോട്ട് വാങ്ങിച്ച് കോൺഗ്രസിൻ്റെ കാൻഡിഡേറ്റിനെ തോപ്പിച്ച് പുറത്ത് പോയപ്പോൾ കൊച്ചിൻ കോർപ്പറേഷൻ്റെ ഭരണം 1 വോട്ടിന് നഷ്ടപ്പെടുത്തി. കൊച്ചിൻ കോർപ്പറേഷൻ്റെ ഭരണം നഷ്ടപ്പെടുത്തിയപ്പോൾ അവരെ പുറത്താക്കിയതിനുള്ള സമ്മാനം കൊടുത്തതാണ്. നിങ്ങളെല്ലാവരും ശ്രദ്ധയോടെ കേൾക്കണം. പിന്നെ രാഹുൽ ഗാന്ധിയുടെ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ദയനീയമായി പരാജയപ്പെട്ടപ്പോൾ CR മഹേഷ് രാഹുൽ ഗാന്ധിയെ വിമർശിച്ചു. അപ്പോൾ രാഹുൽ ഗാന്ധി വിമർശിച്ചതിൻ്റെ പേരിൽ അവർ CR മഹേഷിനെതിരെ ഒരു നടപടിയെടുത്തില്ല. കാരണം CR മഹേഷ് പുരുഷനാണ്. ഞങ്ങളൊക്കെ പാവം ദുർബലരായ സ്ത്രീകൾ. സിമി റോസ്ബെൽറ്റ് ആണോ? ദുർബല മാത്രമല്ല, സാധുവായ ഒരു അമ്മയുടെ ഏക മകള്. അച്ഛൻ മരിച്ചുപോയി, ഭർത്താവ് മരിച്ചുപോയി. ഏകമാന നാഷണൽ സെക്യൂരിറ്റിയുടെ റിസർച്ച് കോളേജായിട്ട് അന്യരാജ്യത്ത്. അപ്പോൾ പിന്നെ ഒരു വിധവയെയും കൂടി അവർക്ക് അങ്ങോട്ട് ദ്രോഹിക്കണമെന്ന് തോന്നി. ഞാൻ ചെയ്ത തെറ്റെന്താണ്? ഈ പാർട്ടിയിൽ ഉമാ തോമസ് എന്ന എൻ്റെ രാഷ്ട്രീയ ഗുരുവിൻ്റെ പത്നിയെ അവരെ തോപ്പിക്കാൻ വേണ്ടി ജയരാജൻ, EV ജയരാജനെ സാറിനെ ഫോൺ വിളിച്ച് അവരുടെ കാൻഡിഡേറ്റ് ആവാനായിട്ട് സമ്മതം അറിയിച്ച് അവസാനം അവർ സീറ്റ് കൊടുക്കാതായപ്പോൾ ഉമാ തോമസിനെ വോട്ട് ചെയ്തില്ല എന്ന് വരുത്തി തീർക്കാൻ അവർ വോട്ട് ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അവരയച്ചു കൊടുത്തു. അതിൻ്റെ തെളിവ് സഹിതം ദല്ലാൽ നന്ദകുമാർ നിങ്ങളെല്ലാവരെയും കാണിച്ചു. പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയെന്ന്. അതിനു മുമ്പുള്ള ചെക്ക് തട്ടിപ്പ് കേസിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതൊന്നും ഞാൻ പറയുന്നില്ല. അതിനേക്കാൾ ഗുരുതരമായ തെറ്റാണ്. എന്നിട്ടോ പാർട്ടി അവരെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. എന്താണ് ഞാൻ ചെയ്ത തെറ്റെന്താണ്? ദീപ്തി മേരി വർഗീസ് ചെയ്ത തെറ്റെന്താണ്? ഞാൻ എപ്പോഴെങ്കിലും റിബലായിട്ട് മത്സരിച്ചിട്ടുണ്ടോ? ഞാൻ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു പാർട്ടി കാൻഡിഡേറ്റിനെ തോൽപ്പിക്കാനായിട്ട് ഞാൻ അവർക്ക് വോട്ട് ചെയ്തില്ല എന്ന് ഞാൻ ആ പോളിംഗ് ബൂത്തിൽ നിന്ന് മൊബൈലിൽ പകർത്തിയിട്ട് അത് ഞാൻ ഇടതുപക്ഷത്തിന് സഹാവ് പിണറായി വിജയൻ സാറിന് ഞാൻ അയച്ചു കൊടുത്തോ? ഞാൻ ചെയ്ത തെറ്റെന്താണ്? ഞാൻ ഇവിടെയുള്ള സ്ത്രീകളുടെ ശബ്ദമായി മാറി. അതാണോ ഞാൻ ചെയ്ത തെറ്റ്? ഞാൻ CPM-ആയിട്ട് ഗൂഢാലോചന നടത്തിയെങ്കിൽ അത് തെളിയിക്കേണ്ട ബാധ്യത ഈ പാർട്ടിക്കുണ്ട്, ഇല്ലേ? അപ്പോൾ നിരാലംബയും വിധവയും ദുർബലയുമായി ഒരു സ്ത്രീയെ ഇവർക്ക് ചവിട്ടി താഴ്ത്തുവാൻ കിട്ടിയ ഈ അവസരം ഇവർ മുതലാക്കി. ദൈവം അവരെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.